അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. इस अच्छे सुबह के लिए मैं परमेश्वर का धन्यवाद देता हूँ. ഈ മീറ്റിംഗിൽ ആയിരിക്കുന്ന എല്ലാ മക്കൾക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എന്നെ വന്ദനം. इस मीटिंग में शामिल हुए हुए परमेश्वर के हर एक लोगों को मैं मसीही वंदना देता हूँ. വിശേഷാൽ കർത്താവിന്റെ ദാസൻ ദീപുപാസനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. विशेष तौर में परमेश्वर के दास पास्टर दीपू के लिए मैं परमेश्वर का धन्यवाद देता हूँ. പ്രിയ കർത്താവിന്റെ അഭിഷിക്ത ദാസി ക്ലറീനയ്ക്കായി കർത്താവിന് സ്തോത്രം. सिस्टर क्लेरिना के लिए मैं परमेश्वर का धन्यवाद देता हूँ. എല്ലാവരെയും പരിശുദ്ധാത്മാവായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. हर एक को पवित्र आत्मा आशीष देने पाए. ഒരു വേദ വാക്യത്തേക്ക് നമുക്ക് ചിന്തിക്കാം. परमेश्वर के एक कलाम से हम मनन करेंगे. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 44-ാം വാക്യം. लूका का सुसमाचार 22वां अध्याय उसका 42वां वचन. നാം അവിടെ എങ്ങനെയാണ് വായിക്കുന്നത്? പിന്നെ അവൻ പ്രാണവേദനയിലായി അതീവ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. 44 में लिखा है, वो अत्यंत संकट में व्याकुल होकर और भी हार्दिक वेदना से प्रार्थना करने लगा. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 44-ാം വാക്യം കർത്താവിന്റെ പ്രാർത്ഥനയെ കുറിച്ചാണ് നമ്മെ പഠിപ്പിക്കുന്നത്. लूका का सुसमाचार 22वें अध्याय के 44वें वचन में परमेश्वर प्रभु यीशु मसीह की प्रार्थना के बारे में हम देख सकते हैं. ബൈബിൾ പറയുന്നു അതിശ്രദ്ധയോടുകൂടി യേശു പ്രാർത്ഥിച്ചു. बाइबल में लिखा है वो बहुत ही ध्यानपूर्वक प्रार्थना करने लगा. നമ്മളുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് പ്രാർത്ഥന. हमारे जीवन में भी प्रार्थना ही ऐसी चीज है जिसे हम अलग नहीं कर सकते. നിങ്ങൾ ഒരു വിശ്വാസിയാണെങ്കിൽ, നിങ്ങൾ ഒരു അഭിഷിക്തനാണെങ്കിൽ, നിങ്ങൾ തീർച്ചയായും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായി. अगर आप एक विश्वासी हैं या परमेश्वर के अभिषिक्त हैं तो जरूर आप परमेश्वर की उपस्थिति में प्रार्थना में समय बिताएंगे. എങ്ങനെയായിരിക്കണം നമ്മുടെ പ്രാർത്ഥന എന്ന് ചോദിച്ചാൽ വളരെ ശ്രദ്ധയോടുകൂടിയുള്ളതായിരിക്കണം പ്രാർത്ഥന. अगर पूछें कि हमारी प्रार्थना कैसी होनी चाहिए तो बड़े ध्यानपूर्वक हमें प्रार्थना करना चाहिए. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ ശ്രദ്ധാകരമായിരിക്കുന്ന ഒരു പ്രാർത്ഥനയല്ല. പലപ്പോഴും നമ്മുടെ ചിന്തകളൊക്കെ മറ്റുള്ള മേഖലകളിൽ പോയിട്ട് അലക്ഷ്യരായിരുന്നു കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാറ്. कई बार जब हम प्रार्थना करने बैठते हैं तो हम ध्यान से प्रार्थना नहीं कर पाते, बल्कि हमारे प्रार्थना के उस समय में हमारे मन अनेक चिंताओं की ओर चला जाता है. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരോട് സംസാരിക്കുകയും അപ്പോൾ തന്നെ പല കാര്യങ്ങൾ ഇടപെടാറുണ്ട്. हम प्रार्थना के बीच में ही कई लोगों से भी बात करते हैं या कुछ छोटे मोटे काम करते रहते हैं. പക്ഷേ യേശു കർത്താവ് ഗദസമന എന്ന് പറയുന്ന തോട്ടത്തിൽ ആയിരിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടിയാണ് പ്രാർത്ഥിച്ചത്. लेकिन गतसमने में यीशु मसीह ने बड़े ध्यानपूर्वक प्रार्थना की. ഗദസമന എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രതിസന്ധിയുടെ ഒരു സ്ഥലമായിരുന്നു. गतसमने के बारे में देखा जाए तो यीशु मसीह के जीवन में बड़े ही प्रतिकूल अवस्था का एक समय था. അവിടുത്തെ പ്രാർത്ഥന അലക്ഷ്യമായി ഉഴപ്പിയുള്ള ഒരു പ്രാർത്ഥനയല്ല, ശ്രദ്ധാകരമായിരിക്കുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു. वहाँ की प्रार्थना एक बहुत ध्यानपूर्वक प्रार्थना थी. നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നിങ്ങൾ അതീവ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുക. जब आपके भी जीवन में प्रतिकूल अवस्थाएं आती हैं तब हम भी ध्यानपूर्वक प्रार्थना करने लगते हैं. ഏറ്റവും ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വർദ്ധിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ തയ്യാറാകും. और जब हमारे जीवन में अनेक प्रतिकूल अवस्थाएं आती है तो हम और भी ध्यानपूर्वक प्रार्थना करने के लिए तैयार हों. യേശു കർത്താവ് ഗദസമന എന്ന് പറയുന്ന തോട്ടത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണ്. यीशु मसीह यहाँ पर गतसमने में जाकर प्रार्थना कर रहे थे. യേശുവിന്റെ രക്തമെല്ലാം ആ തോട്ടത്തിൽ വീഴുന്നുണ്ട്. वहाँ पर यीशु का लहू उस वाटिका में गिर रहा था. ഒത്തിരി മാനസികമായിരിക്കുന്ന അസ്വസ്ഥതകൾ യേശുവിനുണ്ടായിരുന്നു. मानसिक तौर पे यीशु मसीह काफी अस्वस्थ थे. പക്ഷെ അതിന്റെ എല്ലാം നടുവിൽ അതിൽ നിന്ന് പുറത്തു വരുവാൻ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചു. लेकिन उन सब प्रतिकूल अवस्थाओं के बीच में से बाहर निकलने के लिए यीशु मसीह ने बड़े ध्यानपूर्वक प्रार्थना की. ഞാൻ പറയുന്നു, നിങ്ങൾ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഈ ദിവസങ്ങളിൽ പല മേഖലകളിൽ നിന്ന് പുറത്തു വരാൻ പോകുകയാണ്. मैं यही कहना चाहूंगा कि अगर इन दिनों में भी आप ध्यानपूर्वक प्रार्थना करने के लिए तैयार हैं तो आप भी अपने कई विषयों से बाहर आ पाएंगे. ചില പ്രാർത്ഥന കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം ആ പ്രാർത്ഥന അങ്ങ് ശരിയായിട്ടില്ല, അതിൽ ദൈവപ്രവൃത്തി ഉണ്ടാകുകയില്ല. കാരണം നമ്മളുടെ ശ്രദ്ധകളൊന്നും അതിനകത്തല്ലായിരുന്നു.
कई बार प्रार्थना करने के बाद हम अपने अंदर खुद ही जान लेते हैं कि हाँ, मेरी प्रार्थना आज सही नहीं रही, इस पर परमेश्वर का काम मैं देख नहीं सकता क्योंकि मैंने उतने ध्यान पूर्वक प्रार्थना नहीं की। എന്നാൽ ചില പ്രാർത്ഥനകൾ കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ നമുക്കറിയാം പ്രാർത്ഥന ദൈവം കേട്ടു. ആ പ്രാർത്ഥനയ്ക്കകത്ത് ഭയങ്കര റിസൾട്ട് ഉണ്ടാകും. लेकिन कई बार हम जब प्रार्थना करते हैं तब हमें अंदर ही बोध हो जाता है कि हाँ, मेरी प्रार्थना को परमेश्वर ने सुना है और उसका रिजल्ट मुझे देखने को जरूर मिलेगा। ഞാൻ പറയുന്നു വളരെ അതീവ ശ്രദ്ധയോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ ഭയങ്കര റിസൾട്ടുകൾ നിങ്ങൾ കാണാൻ പോവുകയാണ്. इसलिए मैं कहता हूँ कि बड़े ध्यान पूर्वक आप अगर प्रार्थना करने को तैयार है तो आप अपने ही आंखों से उसके रिजल्ट को देख पाएंगे। ഒന്ന് പ്രാർത്ഥനയിൽ നമുക്ക് ശ്രദ്ധയുണ്ടായിരിക്കണം. पहली बात, प्रार्थना में हमें ध्यान पूर्वक रहना है। രണ്ട് ദൈവം നമ്മെ ശ്രദ്ധിക്കണം. और दूसरी बात, हम जब प्रार्थना करने बैठे तो परमेश्वर भी हम पर ध्यान करे। ഈ വേദപുസ്തകത്തിൽ നെഹമ്യാവ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. इस पवित्र शास्त्र में नेहमिया नाम का एक व्यक्ति है। അദ്ദേഹം പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ ദൈവത്തോട് പറയുകയാണ്, वो जब प्रार्थना करने बैठे तो वो परमेश्वर से ऐसा कहने लगे, കർത്താവേ എന്റെ പ്രാർത്ഥനയ്ക്ക് നിന്റെ ചെവി എന്നെ ശ്രദ്ധിക്കണം. कि हे परमेश्वर, मेरी प्रार्थना की ओर आपके कान लगे रहें। രാവും പകലും നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന എന്റെ പ്രാർത്ഥനകൾക്ക് നിന്റെ കണ്ണുകൾ തുറന്നിരിക്കണം. जिस प्रार्थना में मैं जिस प्रार्थना को मैं दिन रात करता हूँ, उस प्रार्थना की ओर आपकी आंखें लगी रहे। അദ്ദേഹം ആഗ്രഹിക്കുന്നത് അദ്ദേഹം ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. उसकी इच्छा यही थी कि जब वो ध्यान पूर्वक प्रार्थना कर रहा है तो परमेश्वर भी उसके प्रार्थना की ओर ध्यान लगाए। പ്രാർത്ഥിക്കുന്ന പലർക്കും ദൈവത്തെ അറിയില്ല, ദൈവത്തിന് പല പ്രാർത്ഥിക്കുന്നവരെ അറിയാൻ മേലാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പലരും കടന്നത്. आज कई अवस्थाएं ऐसी हैं जहां प्रार्थना करने वाले को परमेश्वर के बारे में पता नहीं और कई बार परमेश्वर भी प्रार्थना करने वाले के ऊपर ध्यान नहीं देता। ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ പ്രാർത്ഥനയെ ശ്രദ്ധിക്കുന്ന ഒരു ദൈവവുമുണ്ട്. और जो ध्यान पूर्वक प्रार्थना करता है उस पर ध्यान देने वाला परमेश्वर है। അദ്ദേഹം പറയുന്നത് നിന്റെ കാതുകൾ എന്നെ ശ്രദ്ധിക്കണം, നിന്റെ ചെവികൾ എന്നെ ശ്രദ്ധിക്കണം. वो कहते हैं कि आपके कान मुझ पर ध्यान देने पाए നിന്റെ കണ്ണുകൾ ഞങ്ങളിലേക്കൊന്ന് തുറന്നിരിക്കണം. और आपकी आंखें हमारी ओर खुली ही रहने पाए। അങ്ങനെ ദൈവം ഞങ്ങളെ നിരന്തരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ऐसे ही परमेश्वर हमें निरंतर ध्यान देने पाए। നിങ്ങൾക്കറിയാമോ, ഇസ്രായേൽ മക്കളുടെ ആ കഷ്ടതയുടെ നടുവിൽ ദൈവത്തിന്റെ ചെവിയും ദൈവത്തിന്റെ കണ്ണുകളും അവരെ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് സത്യം. आप जानते हैं कि इजरायलियों के कष्ट की ओर परमेश्वर के कान खुले रहे, परमेश्वर की आंखें लगी रही। കണ്ണുകൾ കൊണ്ടാണല്ലോ നാം കാണുന്നത്, हम अपनी आंखों से देखते हैं ചെവികൾ കൊണ്ടാണല്ലോ നാം കേൾക്കുന്നത്. और कानों से सुनते हैं। ദൈവം പറയുന്നു, എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു. परमेश्वर कहते हैं कि मैंने अपने लोगों के कष्ट को देखा है, उनकी चिल्लाहट को, पुकार को मैंने सुना है। ആ വാക്കിനർത്ഥം ദൈവം അവരെ ശ്രദ്ധിച്ചു തുടങ്ങിയെന്നാണ്. उस वचन का अर्थ है कि परमेश्वर ने उन्हें इजरायलियों को ध्यान देना शुरू किया। അവരുടെ പ്രതിസന്ധികൾക്ക് നടുവിൽ, അവരുടെ പീഡനങ്ങൾക്ക് നടുവിൽ, പ്രതികൂലങ്ങൾക്ക് നടുവിൽ ദൈവം അവരെ ശ്രദ്ധിച്ചു തുടങ്ങിക്കഴിഞ്ഞു. उनके प्रतिकूल के समय में परमेश्वर ने उन पर ध्यान देना शुरू किया। നമ്മൾക്കറിയാം, അവർ ദീർഘ 450 വർഷം ആ ഈജിപ്തിൽ അവർ അടിമകളായിരുന്നു. हम जानते हैं 400 से भी ऊपर साल में वो उस मिस्र देश में बंधुआई में थे। അവർ അധ്വാനിക്കുന്ന നന്മകളൊന്നും അവർക്ക് ലഭ്യമായിരുന്നില്ല. जो परिश्रम वो करते थे उनका लाभ उन्हें कभी नहीं मिलता था। അവർ ഒത്തിരി പണിയെടുക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് മിസ്രയീമർ അനുഗ്രഹിക്കപ്പെടുകയായിരുന്നു. बहुत कष्ट उठाकर परिश्रम तो करते थे लेकिन फिर भी वो मिस्र में बंधुआई में थे। അവരുടെ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നു, അവർ നല്ല രീതിയിൽ ജീവിക്കുന്നു, അവർക്ക് നല്ല ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. उनके बच्चे जो हैं वो अच्छी रीति में रहते थे, उनके अच्छे घर थे। പക്ഷെ ഇസ്രായേൽ മക്കൾക്ക് അവരുടെ വേതനങ്ങളോ അവരുടെ ശമ്പളങ്ങളോ ഒന്നും വേണ്ട രീതിയിൽ കിട്ടിയിരുന്നില്ല. लेकिन इजरायलियों के जो संतान थे उनको उनके परिश्रम का फल कभी नहीं मिला। എന്നാൽ ഒരു രാത്രിയിൽ ദീർഘവർഷത്തെ അവരുടെ അധ്വാനങ്ങളെ മുഴുവനും ദൈവം തിരിച്ചു കൊടുത്തു. लेकिन एक रात ऐसी हुई जहां परमेश्वर ने उनके परिश्रम का फल उन्हें दे दिया। ഒരിക്കൽ ദൈവം അവരെ ആ ദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് एक बार जब वो परमेश्वर उन्हें उस देश से ला रहा था, ആ
ദേശത്തുള്ള മിസ്രൈം ഈജിപ്തിലുള്ള എല്ലാവരുടെയും സ്വർണം മുഴുവനും ഇസ്രായേൽ മക്കളുടെ കൈകളിലേക്ക് ദൈവം കൊടുക്കുകയായി. उस मिस्र देश के सोने को इजरायलियों के हाथ में परमेश्वर ने दे दिया. അവരുടെ ഗോൾഡ്, അവരുടെ സ്വർണങ്ങൾ മുഴുവനും ഇസ്രായേൽ മക്കളുടെ അരികിലേക്ക് വന്നു. उनका जो गोल्ड था, उनके सोना था, उनके हाथ में था. എന്ന് പറഞ്ഞാൽ ദീർഘവർഷങ്ങൾ അവർ അധ്വാനിച്ച, അവരുടെ പിതാക്കന്മാർ അധ്വാനിച്ച നന്മകൾ മുഴുവനും ഒരു രാത്രി കൊണ്ട് സ്വർഗം തിരിച്ചു കൊടുത്തു. उसका अर्थ यही है कि इजरायलियों ने जो अनेक वर्ष मेहनत किया, परिश्रम किया, उसका फल परमेश्वर ने एक ही रात में उनके हाथ में लौटा दिया. നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ? വർഷങ്ങൾ നന്മ, തടയപ്പെട്ട നന്മകൾ ഒരു രാത്രി കൊണ്ട് ദൈവം നിങ്ങൾക്ക് തിരിച്ചു തരുവാൻ വിശ്വസ്തനായ ദൈവമാണ്. क्या विश्वास करते हैं कि अनेक वर्षों से जो लाभ आपके नष्ट हो चुके थे, आपके हाथ से जा चुके थे, परमेश्वर उन्हें कुछ ही समय में आपको देने जा रहा है. പക്ഷെ ദൈവത്തിന്റെ കണ്ണുകളും ദൈവത്തിന്റെ ചെവികളും നമ്മളെ ശ്രദ്ധിക്കണം. लेकिन उसके लिए परमेश्वर की आंखें और परमेश्वर के कान हम पर लगे रहें. അത് നമുക്ക് ലഭ്യമാകണമെങ്കിൽ ദൈവം നമ്മെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. अगर हमें अपने लाभ हमें फिर से चाहिए तो हम परमेश्वर की आंखें और परमेश्वर के कान हम पर लगे होने चाहिए. എത്ര പേർ ഇന്ന് ആഗ്രഹിക്കുന്നു, കർത്താവ് എന്റെ വീടിന് ചുറ്റും, എന്റെ തലമുറയ്ക്ക് ചുറ്റും, എന്റെ ജീവിതത്തിലെല്ലാം ദൈവത്തിന്റെ കാതുകളും കണ്ണുകളും ഒന്ന് തുറന്നിരിക്കണം. कितने लोग चाहते हैं कि हे परमेश्वर, मेरे ऊपर, मेरे परिवार के ऊपर या मेरे घर के ऊपर परमेश्वर की आंखें और परमेश्वर के कान हमेशा लगे रहे. ഞങ്ങളെ ശ്രദ്ധിക്കുവാൻ ആരുമില്ല ഞങ്ങളുടെ ചുറ്റുപാടിൽ. ഞങ്ങളെ ശ്രദ്ധിക്കുവാൻ ദൈവം മാത്രമേ ഉള്ളൂ. हमारे चारों ओर हम पर ध्यान देने वाला कोई भी नहीं, केवल परमेश्वर ही है. ഞങ്ങളൊരു സഹായം പറഞ്ഞാൽ ഞങ്ങളെ ശ്രദ്ധിക്കുവാൻ ആരുമില്ല. अगर हमारी कुछ सहायता की आवश्यकता है तो हम पर ध्यान देने वाला कोई नहीं, बल्कि केवल परमेश्वर है. ഞങ്ങളൊന്ന് നിലവിളിച്ചാൽ, ഞങ്ങളൊന്ന് കരഞ്ഞാൽ ഞങ്ങളെ ശ്രദ്ധിക്കുവാൻ ഞങ്ങൾക്ക് ചുറ്റും ആരുമില്ല. अगर हम पुकारे, चिल्लाएं तो हम पर ध्यान देने वाला कोई नहीं. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ദൈവത്തോട് ദൈവമേ അങ്ങ് ഞങ്ങളെ ശ്രദ്ധിക്കണം. इसलिए आज सुबह के समय आप परमेश्वर से कहें, हे परमेश्वर, आप हम पर ध्यान दे. എനിക്കറിയില്ല, കർത്താവിനോട് പറയുന്നു, ദൈവം നിങ്ങളിലേക്ക് ദൈവത്തിന്റെ ശ്രദ്ധ ഈ ദിവസങ്ങളിൽ കർത്താവ് അയക്കാൻ പോകുകയാണ്. मुझसे परमेश्वर कहते हैं कि इन्हीं दिनों में परमेश्वर अपने ध्यान को आप पर लगाने जा रहा है. ഈ ലോകത്തിൽ ആര് നിങ്ങളെ ശ്രദ്ധിച്ചില്ലെങ്കിലും ദൈവം നിങ്ങളെ ശ്രദ്ധിച്ചാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. इस संसार में चाहे कोई भी आप पर ध्यान ना दे, परमेश्वर आप पर ध्यान करने जा रहा है. ഒന്നേ ദൈവം നമ്മളെ ശ്രദ്ധിക്കുക. पहली बात, परमेश्वर हम पर ध्यान दे. അതിന് നാം ദൈവത്തിന്റെ സന്നിധിയിൽ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും. और हम परमेश्वर की उपस्थिति में बड़े ध्यान पूर्वक प्रार्थना करें. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന വളരെ ഫലിക്കുമെന്നാണ്. याकूब के अध्याय में लिखा है कि धर्मी जन की ध्यान पूर्वक प्रार्थना बड़ा फल लाती है. ഒരു നീതിമാനായ മനുഷ്യൻ ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചാൽ അതിന് വലിയ പ്രതിഫലമുണ്ടെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. अगर धर्मी जन ध्यान पूर्वक प्रार्थना करे, उसका बड़ा ही प्रतिफल परमेश्वर की ओर से उसे मिलता है. बाइबल हमें ऐसा ही सिखाती है. ഈ ദിവസങ്ങളിൽ അതീവ ശ്രദ്ധയോടുകൂടി നമുക്ക് പ്രാർത്ഥനയിലേക്ക് ഒന്ന് കയറി വരാം. इन दिनों हम बड़े ध्यान के साथ फिर से प्रार्थना में आए. നമ്മുടെ പ്രാർത്ഥനാ മുറികളിൽ നിന്നും ശ്രദ്ധാകരമായിരിക്കുന്ന പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധിയിലെത്തട്ടെ. हमारे प्रार्थना के कमरों में से हमारी ध्यान पूर्वक प्रार्थना परमेश्वर की उपस्थिति तक पहुंचने पाए. പത്രോസ് എന്ന് പറയുന്ന ദൈവപുരുഷനെ കാരാഗ്രഹത്തിൽ ഒരു രാജാവ് അടച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ऐसे एक समय में जहां पतरस को बंदीगृह में डाल दिया गया था, ബൈബിൾ പറയുന്നു സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചു. बाइबल कहती है कि कलीसिया ने उसके लिए ध्यान पूर्वक प्रार्थना की. ഈ സമയത്ത് പടയാളികളുടെ നടുവിലായിരുന്നു പത്രോസ്. इस समय पतरस उन सैनिकों के बीच में था. ഒരിക്കലും പുറത്തു വരുവാൻ ഒരു സാധ്യതകളുമില്ല. कोई भी गुंजाइश नहीं कि वो बाहर आ सके. പക്ഷെ ഒരു കൂട്ടം ജനം ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ ആ മനുഷ്യനെ ദൈവം പുറത്തേക്ക് കൊണ്ടുവന്നു. लेकिन प्रार्थना करने वाला एक झुंड जब उस ग्रुप ने ध्यान पूर्वक प्रार्थना करी तो परमेश्वर ने ध्यान दिया. സഭയുടെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ ഭയങ്കര റിസൾട്ട് വെളിപ്പെടുത്താൻ പോകുകയാണ്. और कलीसिया की ध्यान पूर्वक प्रार्थना इन दिनों में बहुत ही फल लाने जा रही है. ഇന്ന് പകൽ നമുക്കൊരു തീരുമാനമെടുക്കാൻ, കർത്താവേ ഞാൻ അതീവ ശ്രദ്ധയോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. आज सुबह हम एक निर्णय ले कि हे परमेश्वर, मैं बहुत ध्यान पूर्वक आपसे प्रार्थना करूंगा. അശ്രദ്ധമായുള്ള എന്റെ പ്രാർത്ഥനാ ശൈലികളും എന്റെ ജീവിതങ്ങളൊക്കെ ഞാൻ മാറ്റിവെച്ചിന് ശ്രദ്ധിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. मेरी जो प्रार्थना जो अब तक लापरवाही से भरी हुई थी, उस सबको मैं हटाकर
बड़े ध्यान पूर्वक आपसे प्रार्थना करूंगा। കാരണം നിങ്ങളുടെ മുമ്പിൽ ഇനിയും ഒരുപാട് വഴികളും വാതിലുകളും തുറക്കുവാനുണ്ട് ദൈവത്തിന്. उसका कारण यही है कि परमेश्वर के पास जो योजना है उसमें वो आपके लिए और भी रास्ते और भी द्वार को खोलना चाहता है। ഇനിയും അധിക ദൂരം ദൈവത്തിന് നിങ്ങളെ ഓടിക്കുവാനുണ്ട്. ദൈവത്തിന് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും പ്രയോജനപ്പെടുത്തുവാനുണ്ട്. परमेश्वर आपको और आपके परिवारों को बहुत दूरी तक ले जाना चाहता है। അതുകൊണ്ട് നമുക്ക് അതീവ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കാം. इसलिए हम बड़े ध्यान पूर्वक प्रार्थना करें। കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. परमेश्वर हमको आशीष देने पाए। ആമേൻ, ആമേൻ. आमीन, आमीन।